എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നാളെയോടുകൂടി അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 9:30 മുതൽ 12:15 വരെ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ജയിക്കാനായിട്ട് ആവശ്യമുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 10 മാർക്കിനോടൊപ്പം 20 മാർക്ക് CE അതായത് CE ഫുള്ള് കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 10 മാർക്ക് മതി. ആകെ 30 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. ഈ ഒരു 30-ൽ 20 മാർക്ക് CE കിട്ടും. അതുപോലെ 10 മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് വാങ്ങിക്കണം. അതുപോലെ നിങ്ങൾക്ക് 18 മാർക്കാണ് CE ലഭിക്കുന്ന അങ്ങനെയുള്ള സാധ്യതയുള്ള വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 12 മാർക്കെങ്കിലും എഴുതിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസ് പരീക്ഷ 80-ലാണുള്ളത്. അപ്പോൾ 80 മാർക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ A+ ഗ്രേഡ് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടും എന്ന് പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ 70 മാർക്കാണ് നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു CE മാർക്ക് 18 മാർക്കേ കിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 72 മാർക്കാണ്. അപ്പോൾ 72 മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡിലേക്ക് മാറ്റപ്പെടുക അതായത് A+ ഗ്രേഡ് എത്തുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 100-ൽ നിങ്ങൾക്ക് ഈ ഒരു 90% മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അതായത് 80 മാർക്ക് അതുപോലെ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100 മാർക്ക് നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് A+ ഗ്രേഡ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജയിക്കാനാണെങ്കിൽ 100-ൽ നിങ്ങൾക്ക് 30 മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അതായത് 100 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 30 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. അതായത് 30 മാർക്കാണ് നിങ്ങൾ ജയിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത്. ഈ ഒരു 30-ൽ തന്നെ നിങ്ങൾക്ക് 20 മാർക്ക് CE കിട്ടുമെങ്കിൽ ആ ഒരു 10 മാർക്ക് മാത്രമേ നിങ്ങൾ വാങ്ങിക്കേണ്ടതുള്ളൂ. അതേസമയം 18 മാർക്ക് മാത്രമേ CE കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 12 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം നിങ്ങൾ ഒരു 80 മാർക്കിൽ നിങ്ങളൊരു 50 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും സോഷ്യൽ സയൻസ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലുള്ള ഉപഗ്രഹങ്ങൾ അതുപോലെ തന്നെ മാപ്പ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഇതുപോലുള്ള ആ ഒരു ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പർവ്വതങ്ങൾ അതുപോലെ തന്നെ സത്യാഗ്രഹങ്ങളെക്കുറിച്ചുള്ള അതായത് ഏതെങ്കിലും ഒരു സത്യാഗ്രഹത്തെക്കുറിച്ച് എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഓരോ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ഈ ഒരു സത്യാഗ്രഹങ്ങൾക്ക് പുറമെ നിങ്ങളോട് അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് 4 ആൻസർ തരും. അതിൽ ഏതെങ്കിലും ഒന്ന് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 മുതൽ 100 മാർക്ക് വരെയും A ഗ്രേഡ് കിട്ടാനാണെങ്കിൽ 80 മുതൽ 89 മാർക്ക് വരെയുമാണ് വേണ്ടത്. ഇത് CE ഉൾപ്പെടെയുള്ള മാർക്കാണ്. അതുപോലെ 70 മുതൽ 79 വരെ ലഭിച്ചാൽ B+, 60 മുതൽ 69 മാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ B ഗ്രേഡും അതുപോലെ തന്നെ 50 മുതൽ 59 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ C+, അതുപോലെ 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ C ഗ്രേഡും D+ ലഭിക്കാനായിട്ട് 30 മുതൽ 39 വരെ മാർക്കാണ് വേണ്ടത്. D ഗ്രേഡ് കിട്ടാനായിട്ട് 20 മുതൽ 29 വരെ മാർക്കും E ഗ്രേഡ് കിട്ടാനായിട്ട് 20 മാർക്കിന് താഴെയുമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം D+ ഗ്രേഡെങ്കിലും കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ജയിക്കുള്ളൂ. അതായത് 30 മാർക്ക് മുതൽ 39 മാർക്ക് വരെ CE ഉൾപ്പെടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങണം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് മാക്സിമം ഒരു 30 മുതൽ 50 വരെ മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു 72 അതുപോലെ 80 മാർക്കൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്, അതുപോലെ തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരാൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് ശാലകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അതുപോലെ ജലഗതാഗതത്തിൻ്റെ മേന്മകൾ അതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരാം. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് അതുപോലെ ഉപഭോക്തൃ തർക്ക പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ അതുപോലെ വൈക്കം സത്യാഗ്രഹം അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ തന്നെ ഡക്കാൻ പീഠഭൂമിയെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ
അതായത് ഇത് അതായത് ഇന്ത്യയുടെ രൂപരേഖയിൽ അടയാളപ്പെടുത്താനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതേസമയം അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ട്ല തുറമുഖം, പശ്ചിമഘട്ടം, കാവേരി നദി, അതുപോലെ തന്നെ റേട്ട് വാരി വ്യവസ്ഥയും അതുപോലെ മഹൽവാരി വ്യവസ്ഥകളും, അതായത് ഓരോ കാലത്ത് ഉണ്ടായിരുന്ന ഓരോ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ പശ്ചിമവാദങ്ങൾ, അതായത് കാറ്റുകളെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ, അതായത് ഹിമവാദങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതായത് ഇതുപോലുള്ള ഓരോ കാറ്റുകളുടെ, അപ്പോൾ അതുപോലുള്ളവയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രം നിർവഹിക്കുന്ന ചുമതലകൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും അതുപോലെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ മൺസൂൺ കാറ്റുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് ഓരോ സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ ഇതുപോലുള്ള ഓരോ അതായത് ഇതുപോലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നതാണ്. അതായത് ഏത് വിമാനം പറക്കുന്ന ആ ഒരു, അതായത് വായു ഏതാണ് ഇങ്ങനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ആ ഒരു മേഘങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഏതെങ്കിലും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു മേഘത്തിൻ്റെ മേഘത്തിൻ്റെ പ്രത്യേകത നിന്നിട്ട് അത് ഏത് മേഘമാണ്, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏതൊക്കെ ഭാഗങ്ങളിലാണ് സാധ്യതയുള്ളത്, അത് നിങ്ങൾക്ക് ഒരു നിശ്ചിതമായിട്ട് ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അതുമാത്രം പഠിക്കുകയല്ല, നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മികച്ചൊരു മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 10 മാർക്കെങ്കിലും കിട്ടിയാൽ മതി. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു +1 പ്രവേശനത്തിന് നല്ലൊരു മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് +1 പ്രവേശനത്തിന് കൂടുതൽ ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നല്ല മാർക്ക് വാങ്ങിക്കുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.